സംസ്ഥാനങ്ങളിലെ തമ്മിലടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും പൂർത്തീകരിച്ച് ദേശീയ അധ്യക്ഷനെ നിശ്ചയിക്കാനാവാതെ വട്ടം ചുറ്റുകയാണ് ഇപ്പോൾ ബി. നിലവിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായ JP നദ്ദയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം കൈയാളിയിരുന്നത്. 2020 ജനുവരിയിൽ നിയമിതരായ നദ്ദയുടെ ദേശീയ അധ്യക്ഷ സ്ഥാന കാലാവധി ആവട്ടെ 2025 ജനുവരിയിൽ അവസാനിച്ചതോടെയാണ് BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആര് എന്ന ചോദ്യം ഉയരുന്നത്. പകരക്കാരനെ കണ്ടെത്താൻ വൈകുന്നതിനാൽ JP നദ്ദ ആ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണ്. 3 വർഷമാണ് BJP അധ്യക്ഷന്റെ കാലാവധി എന്നത് തന്നെ. 2 തവണ മാത്രമേ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾക്ക് തുടരാനും ആവുകയുള്ളൂ. BJP ഭരണഘടന പ്രകാരം ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ഇലക്ടറൽ കോളേജ് രൂപീകരിക്കാൻ ആദ്യം മണ്ഡലം, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ഒരു പുനഃസംഘടന നടത്തുകയും വേണം. എന്നാൽ 12 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പുനഃസംഘടന പൂർത്തിയായിട്ടുള്ളത്. രാജസ്ഥാൻ ഒഴികെയുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ മാത്രമാണ് തുടർച്ചയായി 15 വർഷം ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന BJPക്ക് ആയിട്ടുള്ളത്. അരുണാചൽ പ്രദേശ്, അസം, സിക്കിം, ചണ്ഡീഗഡ്, ഗോവ, ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, ലഡാക്ക്, മേഘാലയ, നാഗാലാൻഡ് എന്നീ ചെറു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ബീഹാർ, ഹരിയാന, ന്യൂഡൽഹി, അതുപോലെ തന്നെ കേരളം, പശ്ചിമ ബംഗാൾ, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംഘടനയ്ക്കകത്തുള്ള തമ്മിലടി കാരണം തെരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല. UPയിൽ സംഘടനാ തെരഞ്ഞെടുപ്പിനായി സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് അന്ത്യശാസനം നൽകിയിട്ടും നേതാക്കൾ അനങ്ങിയിട്ട് പോലുമില്ല. ഹരിയാനയിൽ നിലവിലെ പ്രസിഡന്റ് മോഹൻലാൽ ബഥൌളിയും മന്ത്രി അനിൽ വിജുവും തമ്മിലുള്ള പോരിൽ കുടുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ നേതൃത്വങ്ങളെല്ലാം. സംസ്ഥാന ഭരണം പിടിച്ചെങ്കിലും ഒഡീഷയിൽ മണ്ഡല തെരഞ്ഞെടുപ്പ് പോലും നടത്താനായിട്ടില്ല. ബീഹാറിലാവട്ടെ ദിലീപ് ജയ്സ്വാളിനെ പ്രസിഡന്റായി തീരുമാനിച്ചെങ്കിലും തർക്കം കാരണം പ്രഖ്യാപിക്കാനും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ തമ്മിലടി കാരണം പ്രസിഡന്റിന്റെ കാര്യത്തിൽ സമവായത്തിലെത്താനുമായിട്ടില്ല. K. സുരേന്ദ്രനെ മാറ്റി ശോഭാ സുരേന്ദ്രൻ, MD രമേശ്, V. മുരളീധരൻ എന്നിവരുടെ പേരാണ് ഉയർന്നു വന്നിട്ടുള്ളത്. സംസ്ഥാന നേതാക്കളുടെ തമ്മിലടി തീർക്കാൻ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിച്ചേക്കും എന്നുള്ള സൂചനയും നിലവിലുണ്ട്. BJPക്ക് മുഴുവൻ സമയ ദേശീയ പ്രസിഡന്റും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തതും സംഘടനാ സംവിധാനത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. സംഘടനാ പുഴുക്കുത്തുകളുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലെ BJP നേതൃത്വത്തിലും ഉയർന്ന സംഘടനാ തമ്മിലടി തുടരുന്നതിൽ കടുത്ത അതിർത്തിയാണ് RSS നേതൃത്വത്തിലുമുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ പിടിക്കാൻ ലക്ഷ്യമിടുന്ന BJPക്ക് അടുത്ത ദേശീയ അധ്യക്ഷൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ വേണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ RSS നൽകിയിരുന്നു. ആന്ധ്രയിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കേന്ദ്രമന്ത്രി G. കിഷൻ റെഡ്ഡി, നിലവിലെ ആന്ധ്ര അധ്യക്ഷയായ D. പുരന്തേശ്വരി, അതുപോലെ തന്നെ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷയും കോയമ്പത്തൂർ MLAയുമായ വാനതി ശ്രീനിവാസൻ എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, വിനോദ് താവ്ദെ, ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ പേരും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. RSSന്റെ അനുമതിക്ക് ശേഷമായിരിക്കും അതിലൊരു തീർപ്പുണ്ടാവുക. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് RSS പ്രചാരകനെയാണ് സംഘടന പ്രഖ്യാപിക്കാറുള്ളത്. അധികാര കസേരയ്ക്ക് വേണ്ടി കാലുവാരുകയും കുതിരക്കച്ചവടം നടത്തുകയും ചെയ്യുന്ന കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി മല്ലികാർജുൻ ഖാർഗെ പാർട്ടി പ്രസിഡന്റ് ആക്കിയിട്ടും തുടർച്ചയായി 3-ാം തവണയും ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രസിഡന്റിനെ കണ്ടെത്താനാവാത്തത് പാർട്ടി നേതൃത്വം തന്നെ നാണക്കേടാണെന്ന് പറയാതെ വയ്യ. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കേരളത്തിൽ ഇപ്പോൾ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയം കഴിഞ്ഞെങ്കിൽ പോലും ഇതുവരെയും തമ്മിലുള്ള അടി കാരണം ഇതുവരെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുകൂടാതെ ആരൊക്കെ പേരാണ് പുറത്തു വരുന്നത് എന്നുള്ളതും വലിയ ചർച്ചയാവുകയാണ്. K. സുരേന്ദ്രനെ ഉറപ്പായും മാറ്റുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. പകരം ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ MD രമേശോ ഇതല്ലെങ്കിൽ V. മുരളീധരനോ വേണമെന്നുള്ള ആവണം പ്രസിഡന്റ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല, പകരം രാജീവ് ചന്ദ്രശേഖരനെ എത്തിക്കണമെന്ന് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നുമുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ അടി കാരണം എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തീരുമാനമായിട്ടില്ല.